പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഷർട്ടൂരി പ്രതിഷേധം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടി. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന രാജ്യാന്തര ഇമ്പാക്ട് ഉച്ചകോടിയിലേക്ക് പാഞ്ഞു കയറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രി മോദിയെ വളഞ്ഞാണ് പ്രതിഷേധിച്ചത്. 10ഓളം പ്രവർത്തകർ ഷർട്ടൂരി മാറ്റി മുദ്രാവാക്യം വിളിച്ചതോടെ രാജ്യാന്തര പ്രതിനിധികൾ പങ്കെടുത്ത വേദിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും US പ്രസിഡന്റ് ട്രംപിന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ടീഷർട്ടുകളുമായാണ് പ്രവർത്തകർ എക്സിബിഷൻ ഹാളിനുള്ളിലെത്തിയത്. ഇന്ത്യ US വ്യാപാര കരാറുകൾ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമാണെന്നും എപ്സ്റ്റീൻ ഫയൽ വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ശക്തമാക്കിയത്. പ്രതിഷേധം ജനാധിപത്യപരമെന്ന് യൂത്ത് കോൺഗ്രസ് പിന്നീട് പറഞ്ഞു. രാജ്യത്തെ മാധ്യമങ്ങളും നിയമ സംവിധാനങ്ങളും സർക്കാരിന് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. സാധാരണ നിലയിലുള്ള പ്രതിഷേധങ്ങൾക്ക് അനുമതിയില്ലാത്തതിനാലാണ് ഇത്തരമൊരു രാജ്യാന്തര വേദി പ്രതികരണത്തിനായി തിരഞ്ഞെടുത്തതെന്നും അവർ വ്യക്തമാക്കുന്നു. കർഷകരെയും യുവാക്കളെയും വഞ്ചിക്കുന്ന കരാറുകളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതിനുവേണ്ടിയാണ് ലോകശ്രദ്ധ നേടിയ പൊതുവേദിയിൽ മോദിയെ വട്ടം പിടിച്ച് പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അതേസമയം മോദിയെ യൂത്ത് കോൺഗ്രസ് വളഞ്ഞതോടെ എന്നാൽ രാഹുൽ ഗാന്ധി പുറത്തിറങ്ങി നടക്കേണ്ട എന്ന നിലപാടിലാണ് BJP നിൽക്കുന്നത്. രാഹുലിന്റെ വാഹനവ്യൂഹത്തിന് നടുവിലേക്ക് പാഞ്ഞെടുത്ത BJPക്കാർ കരിങ്കൊടി കാട്ടിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡൽഹിയിൽ നടന്ന ഇന്ത്യ ഇമ്പാക്ട് ഉച്ചകോടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് രാജ്യവ്യാപകമായി BJP രംഗത്തിറങ്ങിയത്. RSS പ്രവർത്തകൻ നൽകിയ മാനനഷ്ട കേസിൽ ജാമ്യം പുതുക്കുന്നതിനായി താനെയിലേക്ക് പോകുന്നതിനിടെ മുംബൈയിലെ മുളുണ്ടിൽ വെച്ചാണ് രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായത്. പോലീസ് നോക്കി നിൽക്കെയാണ് BJPക്കാർ രാഹുലിനെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തത്. മോദിയെ നിങ്ങൾ അപമാനിച്ചു, ഇനി നിങ്ങളെ വഴി നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും BJPക്കാർ പറയുന്നുണ്ട്. ഡൽഹി, സൂറത്ത്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ BJP പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ രാജ്യത്തെവിടെ രാഹുൽ ഗാന്ധി എത്തിയാലും വഴി തടയുമെന്നും കരിങ്കൊടി കാണിക്കുമെന്നും BJPക്കാർ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. മുളുണ്ടിൽ രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാർ ലഷ്കറെ രാഹുൽ ഉൾപ്പെടെയുള്ള വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഷർട്ടൂരിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കൃഷ്ണഹരി കുന്ദൻ യാദവ് ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതീവ സുരക്ഷയുള്ള വേദിയിലേക്ക് QR കോഡുകൾ സംഘടിപ്പിച്ചാണ് ഇവർ പ്രവേശിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ തിരിച്ചറിയാൻ ഫേഷ്യൽ റെക്കഗ്നൈസ് സോഫ്റ്റ്വെയർ സഹായം തേടിയതായും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. സംഭവത്തെ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ശക്തമായി അപലപിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ തകർക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് RSSനെതിരെ നടത്തിയ പരാമർശത്തിലാണ് രാഹുൽ ഗാന്ധി നിലവിൽ താനെയിൽ മാനനഷ്ട കേസ് നേരിടുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിലപാടുകൾ ലജ്ജാകരമാണെന്നും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും BJP വിമർശിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് അർബൻ നക്സൽ മോഡൽ പ്രതിഷേധം നടന്നതെന്ന് BJP IT സെൽ മേധാവി അഹമ്മദ് മാളവ്യ ആരോപിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയെ ഉറ്റുനോക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തെ നാണം കെടുത്തുന്നതാണെന്നും BJP പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയാണ് ഇതിന് പിന്നിലെന്ന് BJP ആക്ഷേപിച്ചതിന് പിന്നാലെയാണ് ആക്രമിക്കാനുള്ള ആഹ്വാനം ചില നേതാക്കന്മാർ പ്രവർത്തകർക്ക് നൽകിയത്. ഇനിയും രാഹുലിനെ തടയാനാണ് ലക്ഷ്യമെങ്കിൽ വിവരമറിയും എന്ന മുന്നറിയിപ്പും യൂത്ത് കോൺഗ്രസ് നൽകുന്നുണ്ട്.